ഒരു മിനിറ്റ്. ഇത് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഞാൻ എന്താ വേണ്ടത്? ഞാൻ ഓമനക്കെതിരായിട്ട് കോടതി പോയി കേസ് വാദിക്കണം? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് മാത്യുവിന് തോന്നുന്നുണ്ടെങ്കിൽ വാദിക്കണം മാത്യു. ആയിക്കോട്ടെ. അവനെ ഇടയ്ക്ക് വല്ലപ്പോഴുമെങ്കിലും എൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ഇലക്ഷൻ വരിക, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമാണ് മാത്യു. സാറേ അത് അങ്ങനല്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓമനേച്ച് പറഞ്ഞ സത്യമാണെന്നാകും. നമ്മൾ നമ്മുടെ സൈഡ് ക്ലിയർ ആക്കുന്നു, അത്രേ ഉള്ളൂ. സാറ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വക്കീലാണ് അടിപൊളിയാണ്. പാർട്ടിയുടെ എത്ര കേസ് വാദിച്ച് ജയിച്ചിട്ടുള്ളതെന്നറിയാമോ? ഈ കേസ് നമ്മൾ ജയിക്കും, ഇലക്ഷൻ ജയിക്കും. സാർ അമീറ മാഡം ആണല്ലേ ഓപ്പോസിറ്റ്? അതെ. ഇതിലിപ്പോൾ സാറ് ടെൻഷൻ അടിക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സാറിനോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ വക്കീൽ പുലിയാണെന്ന്. പുലിയും കരടിയൊന്നും ആയിട്ടൊന്നും അല്ല. അവർ കൊടുത്തിരിക്കുന്ന അലിഗേഷൻസും ഗ്രൗണ്ട്സും ഒന്നും അത്ര സ്ട്രോങ് അല്ല. അതിൽ ക്രൂവൽറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് കണ്ട് സാറ് പേടിക്കണ്ട. സാധാരണ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിൻ്റെ കേസ് വരുമ്പം അഡൾട്ടറി ആണ് നമ്മൾ ഗ്രൗണ്ട്സ് ആയിട്ട് വെക്കാറ്. ഇത് ചിലപ്പോൾ ഓപ്പോസിറ്റ് സെക്സ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ക്രൂവൽറ്റി കൊടുത്തിട്ടുള്ളത്. അതായത് സാറിൻ്റെ വൈഫിൻ്റെ ഫിസിക്കൽ നീഡ്സ് നിഷേധിച്ചു എന്നതാണ് അവരിതിൽ ക്രൂവൽറ്റി, അതായത് ക്രൂരതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശരിക്കും ഇതൊക്കെ കുറച്ച് ഗ്രേ ഏരിയ ആണ്. നമുക്ക് റെഫർ ചെയ്യാനാണെങ്കിലും അധികം കേസ് ലോസ് ഒന്നും ഇല്ല. പിന്നെ ഈ പറയുന്ന ഗാർഹിക പീഡനമോ മറ്റ് നൂലാമാലകളൊന്നും ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. വൈഫാണെങ്കിൽ കോമ്പൻസേഷനും ചോദിക്കുന്നില്ല. സാധാരണ ഇങ്ങനത്തെ ഒരു കേസ് കയ്യിൽ കിട്ടിയാൽ അമീറ മാഡം നാട്ടിലുള്ള എല്ലാ അലിഗേഷൻസും അതിനകത്ത് എഴുതി ചേർക്കാറാണ് പതിവ്. പിന്നെ ഇതിപ്പോൾ അവർക്ക് അവിടെ നിന്ന് വാദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് സമ്മതിക്കാത്തടത്തോളം കാലം ഇതിങ്ങനെ നീണ്ടു പൊക്കോണ്ടേയിരിക്കും. അയ്യോ മാഡം, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാറ് നമ്മുടെ നാട്ടിൽ ബൈ ഇലക്ഷന് മത്സരിക്കുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനമാക്കിയാൽ നല്ലതായിരുന്നു. ഇപ്പോൾ ഫാമിലി കോർട്ടിലൊക്കെ കേസുകളൊക്കെ ഒരുപാട് സമയമെടുക്കും, പക്ഷേ ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ഹൈക്കോർട്ടിൽ നിന്ന് വേണമെങ്കിൽ ഒരു സ്പീഡി ഡിസ്പോസലിന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ മൂവ് ചെയ്യാം. പിന്നെ ഈ അലിഗേഷൻസ് എല്ലാം ഒന്നും സത്യമല്ലല്ലോ. അതുകൊണ്ട് അവരിനിയിപ്പം എത്ര അവിടെ നിന്ന് വാദിച്ചാലും എന്തൊക്കെ സ്റ്റോറീസ് കുക്കപ്പ് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ. നമുക്ക് ഇലക്ഷൻ പറഞ്ഞ് തന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന സമയത്തൊന്നും കേസ് വിധിയാവില്ല. വിധിയാവണമെന്നൊന്നും ഇല്ല മാഡം. ഇലക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കിടന്ന് കളിക്കുന്നുണ്ട്. സാറ് നിരപരാധിയാണെന്ന ലൈനിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നാട്ടുകാർക്കൊന്ന് ബോധ്യപ്പെട്ടാൽ മതി. പക്ഷേ എന്ത് പ്രശ്നമാണെങ്കിലും ഇങ്ങനത്തെ ഒരു റീസൺ കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് റെയറാണ്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. സാറിനൊന്നും തോന്നണ്ട. സാറിൻ്റെ വൈഫിന് മറ്റാരെങ്കിലും ആയിട്ട് എന്തെങ്കിലും അഫെയർസോ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, ലീവ് ഇറ്റ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു തങ്കൻ, അദ്ദേഹവുമായിട്ട് സാറിന് നല്ല അടുത്ത സൗഹൃദം ഉണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്, സാറും വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ എങ്ങനെയാണ്? ഓക്കെ ആണോ? റിലേഷൻഷിപ്പ് എല്ലാം ഓക്കെയാണ് മാഡം, ഒരു കുഴപ്പമില്ല. ഞാൻ സാറിനോടല്ലേ പറഞ്ഞത്. ഇയാൾ ആരാ? ഞാൻ സിബിൻ തീക്കോയ്, പൊതുപ്രവർത്തകനാണ്. സാറ് പറയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നതാവും ശരി. ഞാനങ്ങനെ അധികം ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 10-20 കൊല്ലമായില്ലേ. ഇനിയിപ്പോൾ എന്നതാ ഒരുപാട് സംസാരിക്കാനുള്ളത്. എനിക്ക് ഓമനെ പിരിയണമെന്നില്ല. സാർ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് നോക്കാം. പിന്നെ എനിക്കൊന്ന് സാറുമായിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് സംസാരിക്കണം. OP 47/19 പെറ്റീഷണർ ഓമന ഫിലിപ്പ്, റെസ്പോണ്ടന്റ് മാത്യു ദേവസി. Appearing for the petitioner, Your Honor.
ഐ എം അപ്പിയറിംഗ് ഫോർ ദ റെസ്പോണ്ടൻറ്റ്. ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ? അതെ. റിപ്പോർട്ട് 16/10 കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. കൗൺസിലിങ്ങിന് വന്നായിരിക്കും അല്ലയോ? സാറിനെ കണ്ടറിയാലോ ഒരു പാവമാന്ന്. ഓ, ചില പെണ്ണുങ്ങൾ അങ്ങനെയാ സാറേ. ഒഴിഞ്ഞു പോകെങ്കിൽ ഒഴിയട്ടെ. സാറ് പിന്നെ അതിനെ പേടിക്കുന്നത്? നല്ല സുന്ദരനാണല്ലോ. എന്നെ കണ്ട പ്രായവും തോന്നത്തില്ല. സാറേ, എൻ്റെ കയ്യിലേ ഒരു അമേരിക്കക്കാരി കൊച്ചുണ്ട്. അതിൻ്റെ ആദ്യത്തെ കെട്ടിയവന് ഇച്ചിരി പിരി ലൂസായിരുന്നേ. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. സാർ ഇതൊന്ന് നോക്കിയേ, നല്ല മാച്ചായിരിക്കും. നല്ല ചുറ്റുപാടുള്ളിടത്തെയാ സാറേ. നമുക്കിതൊന്ന് നീക്കിയാലോ? മാത്യു വിളിക്കുന്നു. ഓ, എന്നാ ഒരു മുതലാ. ആ പെങ്കൊച്ച് രക്ഷപ്പെട്ടു. ഇത്ര തന്നെ. മ്യൂച്വൽ പെറ്റീഷന് മാത്യുവിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? അല്ല, ഒന്നുമല്ല. ഇതൊക്കെ കുറേ സമയം എടുക്കുന്ന പരിപാടിയാണ് മാത്യു. മാത്രമല്ല, ഇനിയിപ്പോൾ കൂടുതൽ സിറ്റിങ്സ് ഇരുന്നിട്ട് വലിയ കാര്യമില്ല. പിന്നെ മാത്യു പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നോ ചാൻസ് ഫോർ യൂണിയൻ റെഫർ ചെയ്യാനേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ വേറെ ഒന്നുമില്ലല്ലോ. എന്താണ് മാത്യു, ഞാൻ നിങ്ങൾക്ക് എത്ര സമയം തുറന്ന് സംസാരിക്കാനായിട്ട്? നിങ്ങൾ എന്നോട് സിൻസിയറായിട്ട് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞ്. മാത്രമല്ല, ഓമനയുടെ സ്റ്റാൻഡിൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഞാനായിട്ട് പുള്ളിക്കാരത്തേക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ ഹെൽപ്ലെസ് ആണ്. അതെ, ഈ കേസും കോടതിയൊക്കെ കഴിഞ്ഞ് ചന്തയിലെ പൊടിയും തട്ടി അവരവരുടെ പാട്ടിന് വിടും. നീയാണ് പെടാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ആയുഷ്കാലം ഇരുന്ന് തിന്നാനുള്ളത് ആ കാർന്നവരുണ്ടാക്കിയിട്ടുണ്ട് മാത്യൂസിൻ്റെ അപ്പം. അങ്ങനെയല്ല തങ്ക. ഇപ്പൊ ഒന്നും പോരാഞ്ഞിട്ട് നീ ആ ചെറുക്കൻ്റെ ബാധ്യതയും കൂടി എടുത്ത് തലയിലേക്ക് വെച്ചേക്കല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ പേരും കൂടി ഉള്ളത് കൊണ്ട് നാളെ നിനക്കൊരു ആവശ്യം എന്തെങ്കിലും വന്നാൽ ഈ നാട്ടിലൊരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല. ഇനി അതല്ല, ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നീ അത് പറ. പ്രിയപ്പെട്ട നാട്ടുകാർ, നമുക്കറിയാം, നമുക്കാർക്കും പരിചിതമല്ലാത്ത വിചിത്രമായ സംഭവ വികാസങ്ങളാണ് വരാനിരിക്കുന്ന ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ റൂളിംഗ് പാർട്ടിയായ CRP നമുക്കേവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ രഹസ്യം ഏതാനും ദിവസങ്ങൾ മുന്നേ നാം ഏവരും അറിയുകയും അത്ഭുതപ്പെടുകയും ഉണ്ടായി. എന്നാൽ തികച്ചും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, CRP എന്ന് പറയുന്ന നീചമായ രാഷ്ട്രീയ പാർട്ടി ആ പ്രശ്നത്തെ കൂടി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിനെ ഒരു ഇലക്ഷൻ ടൂളാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട CRP നേതാക്കന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ശ്രീമാൻ മാത്യു ദേവസ്യയുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തെ കേവലം ഒരു ഇലക്ഷൻ ടൂളായി മാത്രം കാണാതെ അതിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? എന്തു തന്നെയായാലും
അദ്ദേഹത്തിന് വേണ്ട എല്ലാ മാനുഷിക പരിഗണനകളും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ വികാരങ്ങളെയും മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഓപ്പോസിഷൻ കാൻഡിഡേറ്റായി മാത്രം, ഒരു എതിർ സ്ഥാനാർത്ഥിയായി മാത്രം കാണുവാൻ ഞങ്ങളുടെ പാർട്ടി തയ്യാറാണെന്ന് കൂടി വ്യക്തമാക്കുവാൻ ഞാൻ എന്റെ അവസരം വിനിയോഗിക്കുകയാണ്. നേരെ മറിച്ച് ദേശീയ തലത്തിലുൾപ്പെടെ നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിച്ഛായ ഉയർത്തുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ കാലത്തിന്റെ തീരുമാനം എന്ന നിലയിലൊക്കെ ഈ വിഷയത്തെ അവതരിപ്പിച്ചു കളയാമെന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ എന്റെ TRP-ക്കാരാ നിങ്ങളുടെ ഈ നമ്പറിന് ഇവിടെ ചെലവാകാൻ പോകുന്നില്ല. മാത്രമല്ല, വരാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ ആയിരക്കണക്കിന് വരുന്ന വോട്ടർമാർ അവർ വിധി എഴുതും അവരാർക്കൊപ്പമാണ്, എന്തിനൊപ്പമാണ് എന്ന്. നമ്മുടെ സ്ഥാനാർത്ഥിയായ അഗസ്റ്റിൻ വേരുങ്കൽ ഈ നാടിനെ സംബന്ധിച്ച് ഇവിടെ മഴ കാരണമുണ്ടേ മറ്റന്മാരുടെ പരിപാടി പോരെ നമ്മുടെ മഴ നടക്കുമോ? നമ്മുടെ പരിപാടി നമുക്ക് വെയിറ്റ് ചെയ്യാന്നേ. എൻ്റെ വോട്ട് മാത്രം സാറിന്. അതോ വിളിച്ചോ വേണ്ടേ കേട്ടാ ഉണ്ട് കേട്ടാ. ശരി, ഓക്കെ. നമ്മുടെ ആളാണോ? ഒരേ പാർട്ടിക്കാരല്ലേ, ഇപ്പോൾ വലിയ പ്രവർത്തനമൊന്നുമില്ല. മനസ്സിലോ? വോട്ട് നോക്കല്ലേ?